PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. ഞാൻ ദർശന. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന യൂണിവേഴ്സിറ്റി LGSന്റെ കഴിഞ്ഞിട്ടുള്ള 3 സ്റ്റേജസിലുമായിട്ട് കോമൺ ആയി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അങ്ങനെ കോമൺ ആയി ചോദിച്ചിട്ടുള്ള ഒരു 10 ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത്. അപ്പോൾ 3 സ്റ്റേജസിലും ചോദിച്ചിട്ടുള്ള 10 ടോപ്പിക്കുകളാണ്. ഓക്കെ, അപ്പോൾ ഈ ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്ന് അറിഞ്ഞിട്ട് ഇതേ ടോപ്പിക്കിൽ നിന്ന് ഒരുപാട് കൂടുതലായിട്ട് ഒന്നുകൂടി ഊന്നൽ നൽകി പഠിച്ചു എന്ന് വെച്ചാൽ ഫോർത്ത് സ്റ്റേജിന് എക്സാമിനുള്ളവർക്ക് കൂടുതൽ ഉപകാരമായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം, അല്ലെങ്കിൽ ആ കോമൺ ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ടോപ്പിക്ക് കാർഷിക വിളകൾ എന്നുള്ള ഭാഗത്തിൽ നിന്നാണ് ഒരു 3 സ്റ്റേജസിലും കോമൺ ആയി ചോദിച്ചിരിക്കുന്നത്. അതിലെ ആദ്യത്തെ സ്റ്റേജിൽ ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു ചന്ദ്രശങ്കര എന്നത് ഏത് സസ്യത്തിന്റെ സങ്കരവർഗമാണ്? ചന്ദ്രശങ്കര ഏത് സസ്യത്തിന്റെ സങ്കരവർഗമാണ്? അതിന്റെ ആൻസർ എന്തായിരുന്നു? ഓപ്ഷൻ ഡി, തെങ്ങ് ആയിരുന്നു അതിന്റെ ആൻസർ. ഓക്കെ, അതേ ക്വസ്റ്റ്യൻ തന്നെയാണ് എവിടെയും ചോദിച്ചിരിക്കുന്നത്. തേർഡ് സ്റ്റേജിലും ചോദിച്ചിരിക്കുന്നത് ചന്ദ്രശങ്കര ഏത് വിളയുടെ സങ്കരയിനമാണ്? അതിൻ്റെ ആൻസറും തെങ്ങ് എന്നുള്ളതാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് തന്നെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ സ്റ്റേജിൽ ചോദിച്ചത് ചന്ദ്രശങ്കര ഏത് സസ്യത്തിൻ്റെ സങ്കരവർഗമാണ്? അത് തെങ്ങാണ്. ഇനി സെക്കൻഡ് സ്റ്റേജിൽ കാർഷിക വിളകളിൽ ആ ഭാഗത്ത് നിന്നിട്ടുള്ള ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് നെല്ലിനം തിരഞ്ഞെടുക്കുക. നെല്ല് ഇതിൽ തന്നിരിക്കുന്നതിൽ നെല്ല് ഏതാണ് എന്നാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി, അന്നപൂർണ. ഓക്കെ, വീണ്ടും തേർഡ് സ്റ്റേജിൽ ചന്ദ്രശങ്കര റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. അത് കൂടാതെ വേറെ ഒരു ക്വസ്റ്റ്യൻ കൂടെ വന്നിട്ടുള്ളത് ചാവക്കാട് ഓറഞ്ച് എന്നത് ഏത് വിളയുടെ ഇനമാണ്? ചാവക്കാട് ഓറഞ്ച് ഏത് വിളയുടെ ഇനമാണ്? അതിൻ്റെ ആൻസറും ഓപ്ഷൻ ഡി, തെങ്ങാണ്. ഓക്കെ, ഈ 4 ക്വസ്റ്റ്യൻസും കാർഷിക വിളകൾ എന്നുള്ള ഭാഗത്ത് നിന്ന് 3 സ്റ്റേജസിലുമായിട്ട് യൂണിവേഴ്സിറ്റി LGSന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത കോമൺ ടോപ്പിക്കിലേക്ക് പോവാം. അത് നമ്മൾ നോക്കിയിരിക്കുന്നത് അഭാവം, ജീവകങ്ങളും അവയുടെ അപര്യാപ്തത രോഗങ്ങളുമാണ് നമ്മൾ അടുത്ത ടോപ്പിക് കോമൺ ആയിട്ട് ചോദിച്ചിട്ടുള്ള അടുത്ത ടോപ്പിക്കായിട്ട് എടുത്തിരിക്കുന്നത്. അത് ഫസ്റ്റ് സ്റ്റേജിൽ ചോദിച്ചത് ഏത് ജീവകത്തിൻ്റെ അഭാവമാണ് മനുഷ്യരിൽ മോണയിൽ പഴുപ്പ്, രക്തസ്രാവം എന്നീ ലക്ഷണങ്ങൾക്ക് കാരണമാകുന്നത്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി, ജീവകം സി എന്നുള്ളതാണ്. വിറ്റാമിൻ സി ഇല്ലാതിരിക്കുമ്പോഴാണ് നമുക്ക് മോണയിൽ പഴുപ്പും രക്തസ്രാവം എന്നീ ലക്ഷണങ്ങൾക്ക് കാരണമാകുന്നത്. അടുത്തത് ചോദിച്ചത് വിറ്റാമിൻ ഡിയുടെ അഭാവം മൂലമുണ്ടാവുന്ന രോഗം ഏതാണ് എന്നായിരുന്നു ചോദിച്ചത്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ, കണ അല്ലെങ്കിൽ റിക്കറ്റ്സ് ആയിരുന്നു അതിൻ്റെ ആൻസർ. ഇനി തേർഡ് സ്റ്റേജിൽ ചോദിച്ചത് ജീവകം എയുടെ അപര്യാപ്തത കൊണ്ടുണ്ടാവുന്ന ഒരു രോഗം. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി, നിശാന്തത ആണ്. ഓക്കെ, അപ്പോൾ അപര്യാപ്തത രോഗങ്ങൾ എന്നുള്ള ഭാഗത്തിൽ നിന്നും എന്ത് വന്നിട്ടുണ്ട്? 3 സ്റ്റേജസിലുമായിട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ മൂന്നാമത്തെ ടോപ്പിക്കിലേക്ക് പോവാം. അത് വന്നിട്ട് വിവരാവകാശ നിയമത്തെക്കുറിച്ചായിരുന്നു മൂന്നാമത്തെ ടോപ്പിക്. അതായത് 3 സ്റ്റേജിലും കോമണായി ചോദിച്ചിട്ടുള്ള ടോപ്പിക്. അത് ആദ്യത്തെ സ്റ്റേജിൽ ചോദിച്ചത് വിവരാവകാശ നിയമം ഇന്ത്യൻ പാർലമെന്റ് ഏത് വർഷമാണ് പാസ്സാക്കിയത്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി, 2005. അതുപോലെ തന്നെ നെക്സ്റ്റ് സ്റ്റേജിൽ ചോദിച്ചു തരുന്നതാണ് ഇന്ത്യയിൽ വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത് എപ്പോൾ? അതിൻ്റെ ആൻസറും ഓപ്ഷൻ ഡി, 2005 എന്നുള്ളതാണ്. ഇനി തേർഡ് സ്റ്റേജിൽ ചോദിച്ചിട്ടുള്ളതും 2 ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ വിവരാവകാശ നിയമം 2005 പ്രകാരം ശരിയായത് കണ്ടെത്തുക എന്നുള്ളതായിരുന്നു. അതിൽ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ നിയമത്തിന് ജമ്മു കാശ്മീർ സംസ്ഥാനം ഒഴികെ ഭാരതം മുഴുവൻ വ്യാപ്തി ഉണ്ടായിരിക്കും. രണ്ടാമത്തെ ഓപ്ഷൻ വിവരം ലഭിക്കണമെങ്കിൽ ആഗ്രഹിക്കുന്ന ഒരാൾ അപേക്ഷ നൽകുന്ന ആ സ്ഥലത്തെ ഔദ്യോഗിക ഭാഷയിലോ മാത്രമേ അപേക്ഷിക്കാൻ പാടുള്ളൂ. മൂന്നാമത്തേത് വിദേശ സർക്കാരിൽ നിന്നും ലഭിച്ചിട്ടുള്ള രഹസ്യ വിവരം വെളിപ്പെടുത്തലിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നു. 4. കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷൻ എന്നത് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും ആവശ്യമെങ്കിൽ 10ൽ കവിയാതെ അത്ര എണ്ണം കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷണർമാരും ഉണ്ടായിരിക്കും എന്നുള്ളതായിരുന്നു. അതിൻ്റെ കറക്റ്റായിട്ടുള്ള ശരിയായത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ 1, 3, 4 മാത്രമാണ് ശരി. അതായത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, അതുപോലെ തന്നെ 4ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്. 2ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് അതിൽ തെറ്റാണ്. അതിലെന്താ തെറ്റ് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇംഗ്ലീഷിലോ അപേക്ഷിക്കുന്ന ആ സ്ഥലത്തെ ഔദ്യോഗിക ഭാഷയിലോ എന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൂടാതെ ഹിന്ദിയിലും നമുക്ക് അപേക്ഷിക്കാൻ പറ്റും. ഓക്കെ, ഇനി അതേ സ്റ്റേജിൽ തന്നെ ചോദിച്ചിട്ടുള്ള വേറൊരു ക്വസ്റ്റ്യൻ ആണ് കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ് എന്നുള്ളത്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി,
വിശ്വാസ് മേത്ത. ഇപ്പോഴത്തെ കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി വിശ്വാസ് മേത്തയാണ്. ഇനി അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചായിരുന്നു. മനുഷ്യാവകാശ കമ്മീഷനെ പറ്റി താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. ഒന്നാമത്തെ എന്ന് പറയുന്നത് മനുഷ്യാവകാശ ലംഘനം നടത്തുന്ന വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കുമെതിരെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കാൻ കമ്മീഷൻ അധികാരമുണ്ട്. ഓപ്ഷൻ ബി ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർപേഴ്സൺ ഡോക്ടർ രംഗനാഥ മിശ്ര ആണ്. ഓപ്ഷൻ സി മനുഷ്യാവകാശ ലംഘനം സംബന്ധിച്ച പരാതികളിൽ അന്വേഷണം നടത്താൻ കമ്മീഷന് അധികാരമുണ്ട്. ഓപ്ഷൻ ഡി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ 1993 പാർലമെന്റ് പാസാക്കിയ മനുഷ്യാവകാശ സംരക്ഷണ നിയമം പ്രകാരം നിലവിൽ വന്ന സ്ഥാപനമാണ്. ഇതിൽ തെറ്റായതാണ് കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത്. അത് ഓപ്ഷൻ എ ആണ്. മനുഷ്യാവകാശ ലംഘനം നടത്തുന്ന വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കുമെതിരെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കാൻ കമ്മീഷന് അധികാരമുണ്ട്. അത് കമ്മീഷന് അധികാരം ഇല്ല. ശിക്ഷാ നടപടികൾ സ്വീകരിക്കാൻ കമ്മീഷന് അധികാരമില്ല. അപ്പോൾ അടുത്ത സ്റ്റേജസിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. അത് കേരളത്തിലെ ഇപ്പോഴത്തെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? കേരളത്തിലെ ഇപ്പോഴത്തെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ഇതിൻ്റെ ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ആൻസർ ആയിട്ട് വരുന്നത് ജസ്റ്റിസ് ആന്റണി ഡൊമിനിക് എന്നാണ്. പക്ഷെ ഇപ്പം അത് മാറിയിട്ടുണ്ട്. ഇപ്പം അത് എസ് സുബ്രഹ്മണ്യമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ കേരളത്തിലെ ഇപ്പോഴത്തെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണെന്ന് ഇനി ക്വസ്റ്റ്യൻ വന്നു എന്ന് വെച്ചാൽ അതിൻ്റെ ആൻസർ എസ് മണികുമാർ എന്നുള്ളതായിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലയിൽ ഉൾപ്പെടാത്തത് ഏത്? അതിൻ്റെ ഓപ്ഷൻസ് മനുഷ്യാവകാശ ലംഘന പരാതിയിൽ അന്വേഷണം നടത്തുക, ജയിൽ സന്ദർശനം, മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ടവയിൽ ഗവേഷണം നടത്തുക, മനുഷ്യാവകാശ ധ്വംസനം നടത്തിയ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്നും പിരിച്ചുവിടുക. അതിലെ ഓപ്ഷൻ ഡി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. അതായത് ചുമതലയിൽ പെടാത്തത് ഓപ്ഷൻ ഡി ആണ്. ഇവർക്കൊരിക്കലും ഏതൊരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനെയും സർവീസിൽ നിന്ന് പിരിച്ചുവിടാനോ അല്ലെങ്കിൽ അവർക്ക് ശിക്ഷാ നടപടികൾ സ്വീകരിക്കാനോ മനുഷ്യാവകാശ കമ്മീഷന് അവരുടെ ചുമതലയിൽ അത് പെടില്ല. ഓക്കെ, ഇനി അടുത്ത ടോപ്പിക് ഏതാണെന്ന് നോക്കാം നമുക്ക്. അത് മൗലിക അവകാശത്തെ പറ്റിയാണ്. ആദ്യത്തെ സ്റ്റേജിൽ ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 3 പൗരന്മാർക്ക് ചില മൗലിക അവകാശങ്ങൾ ഉറപ്പ് നൽകിയിരിക്കുന്നു. താഴെ പറയുന്നവയിൽ ഒരു അവകാശം ഭാഗം 3 ഉൾപ്പെടുത്തിയിട്ടില്ല. ഏതാണ് ആ അവകാശം? ഓപ്ഷൻ എ വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ബി തുല്യജോലിക്ക് തുല്യവേതനത്തിനുള്ള അവകാശം, സി ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനുള്ള അവകാശം, ഡി സമത്വത്തിനുള്ള അവകാശം. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, തുല്യജോലിക്ക് തുല്യവേതനത്തിനുള്ള അവകാശം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ മൗലികാവകാശങ്ങളിൽ നിന്നുള്ളത്. അടുത്ത സ്റ്റേജിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്, താഴെ കൊടുത്തിട്ടുള്ളവയിൽ മൗലികാവകാശങ്ങളുമായി ബന്ധമില്ലാത്തത് ഏതെല്ലാം? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, മൗലികാവകാശങ്ങൾ ഭരണഘടനയുടെ 3-ാം ഭാഗത്തിൽ പ്രതിപാദിക്കുന്നു. ഐറിഷ് ഭരണഘടനയോട് കടപ്പെട്ടിരിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയിൽ 5 വിധത്തിലുള്ള മൗലികാവകാശങ്ങളുണ്ട്. ഇന്ത്യൻ ഭരണഘടനയിൽ 6 വിധത്തിലുള്ള മൗലികാവകാശങ്ങളുണ്ട്. ഇതിൽ ബന്ധമില്ലാത്ത സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അത് 2ഉം 3ഉമാണ്. ഓക്കെ, ഓപ്ഷൻ ബി 2, 3 എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ സ്റ്റേജിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു, മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടുന്നത് ഏത്? അത് സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം, ഡി ഇവയെല്ലാം. ഇതിൻ്റെ ആൻസർ ഡി ഇവയെല്ലാം എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ അടുത്ത കോമൺ ടോപ്പിക് ഏതാണെന്ന് നോക്കാം. അത് ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടിട്ടായിരുന്നു 3 സ്റ്റേജസിലും ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ആദ്യത്തെ സ്റ്റേജിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഗാന്ധിജിയുടെ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ക്വിറ്റ് ഇന്ത്യ സമരം. ഇനി കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട നേതാവ്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ഡോക്ടർ കെ.ബി. മേനോൻ എന്നുള്ളതാണ്. ഇനി നെക്സ്റ്റ് സ്റ്റേജിൽ ചോദിച്ചിരുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരം ഏതാണ് എന്നുള്ളത്. അത് ഓപ്ഷൻ ഡി ക്വിറ്റ് ഇന്ത്യ സമരം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അടുത്ത കോമൺ ടോപ്പിക് നോക്കാം. അതാണ് ധാതുക്കളും അയിരുകളും. ഓക്കെ, അപ്പോൾ അത് ആദ്യത്തെ സ്റ്റേജിൽ ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സിങ്കിൻ്റെ അയിര് ഏത് എന്നുള്ളതായിരുന്നു. സിങ്കിൻ്റെ അയിര് ഏതാ ഇതിലെ? ഓപ്ഷൻ ഡി കലാമിൻ. ഇനി അടുത്ത സ്റ്റേജിൽ ചോദിച്ചത് ഇരുമ്പിൻ്റെ അയിര് ഏത് എന്നുള്ളതായിരുന്നു.
അപ്പോൾ തന്നിട്ടുള്ളവയിൽ ഇരുമ്പിൻ്റെ അയിര് ഓപ്ഷൻ എ ഹെമറ്റൈറ്റ് ആയിരുന്നു. ഇനി തേർഡ് സ്റ്റേജിൽ ചോദിച്ചത് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് ലോഹത്തിൻ്റെ അയിരാണ് കലാമിൻ? അത് ഓപ്ഷൻ സി സിങ്ക് ആണ്. അതായത് ഫസ്റ്റ് സ്റ്റേജിലും സെക്കൻഡ് സ്റ്റേജിലും സിങ്കിനെ കുറിച്ച് തന്നെയായിരുന്നു അയിരുക്കളും ധാതുക്കളും എന്നുള്ള ഭാഗത്തിൽ നിന്നും ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് കേരളത്തിലെ ആരോഗ്യക്ഷേമ പദ്ധതികളെ കുറിച്ചായിരുന്നു. അപ്പോൾ ആദ്യത്തെ സ്റ്റേജിൽ ചോദിച്ചിരുന്നത് കേരള സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്ന സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയുടെ പേരെന്ത്? അതിന്റെ ആൻസർ ഓപ്ഷൻ ഡി സുകൃതം ആണ്. ക്യാൻസർ ചികിത്സാ പദ്ധതിയുടെ പേര് സുകൃതം എന്നാണ്. ഇനി മാരകമായ അസുഖങ്ങൾ കാരണം ദുരിതം അനുഭവിക്കുന്ന 18-ൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് ചികിത്സയ്ക്കുള്ള ധനസഹായം നൽകുന്ന കേരളത്തിലെ പദ്ധതി ഏത്? അതിന്റെ ആൻസർ ഓപ്ഷൻ ഡി താലോലം ആണ്. ഇനി തേർഡ് സ്റ്റേജിൽ ചോദിച്ചിരുന്നത് കേരളത്തിലെ പ്രമേഹ രോഗികളായ BPL വിഭാഗത്തിലെ മുതിർന്ന പൗരന്മാർക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന സാമൂഹ്യാരോഗ്യ സുരക്ഷാ പദ്ധതി. അത് ഓപ്ഷൻ ബി വയോമധുരം പദ്ധതിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ടോപ്പിക് എന്താണെന്ന് നോക്കാം. അടുത്ത ടോപ്പിക് 9ാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് വന്ദേ മാതരം എന്ന രാഷ്ട്രഗീതം 1982 ബംഗാളി നോവലിസ്റ്റായ ബങ്കിം ചന്ദ്ര ചാറ്റർജി എഴുതിയ ഒരു നോവലിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഏതാണ് ആ നോവൽ? അപ്പോൾ ഇത് ചോദിച്ചിരിക്കുന്നത് നമ്മളുടെ ദേശീയ ഗീതത്തിനെ കുറിച്ചാണ്. ഓക്കെ, ദേശീയ ഗീതത്തിനെ കുറിച്ചായിരുന്നു 3 സ്റ്റേജസിലും ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ ഏത് നോവലിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആനന്ദമഠം എന്നുള്ളതാണ്. ഇനി നെക്സ്റ്റ് സ്റ്റേജിൽ ചോദിച്ചിരുന്നത് ഇന്ത്യൻ ദേശീയ ഗീതത്തിന്റെ രചയിതാവ് ആരാണ് ആനന്ദമഠം എഴുതിയിരിക്കുന്നത് എന്നായിരുന്നു നെക്സ്റ്റ് സ്റ്റേജിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അത് ഓപ്ഷൻ സി ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഇനി അതിനുശേഷം തേർഡ് സ്റ്റേജിൽ ചോദിച്ചിരുന്നത് ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കി രചിച്ച നോവൽ ഏത് എന്നുള്ളതായിരുന്നു. അത് ആനന്ദമഠം എന്നുള്ള നോവലാണ്. ബങ്കിം ചന്ദ്ര ചാറ്റർജി എഴുതിയിട്ടുള്ള ആനന്ദമഠം എന്ന നോവലിലാണ് സന്യാസി കലാപത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ആ ആനന്ദമഠത്തിൽ നിന്ന് തന്നെയാണ് നമ്മളുടെ ദേശീയ ഗീതമായിട്ടുള്ള വന്ദേ മാതരം എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മളുടെ ലാസ്റ്റ് 10th ടോപ്പിക്കായിട്ടുള്ള 10th കോമൺ ടോപ്പിക്കായിട്ടുള്ള രോഗങ്ങളും രോഗകാരികളും എന്നുള്ള ഭാഗത്തിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ സ്റ്റേജിൽ വന്നിരുന്നത് താഴെ പറയുന്ന 1 മുതൽ 4 വരെയുള്ള ഇനങ്ങളിൽ കൊതുകുകൾ മുഖേനയല്ലാതെ പകരുന്ന രോഗങ്ങൾ ഏവ? അതിലാദ്യം അവർ തന്നിരിക്കുന്നത് 1ാമത്തെ കുഷ്ഠം, 2 മലമ്പനി, 3 കോളറ, 4 മന്ത് എന്നിവയായിരുന്നു. ഇതിലെ മലമ്പനിയും മന്തും കൊതുക് മുഖേനയാണ് പകരുന്നത്. അതിലെ കുഷ്ഠവും കോളറയും അതായത് 1ഉം 3 എന്നിവ എന്തുവഴിയല്ല പകരുന്നത്? കൊതുകുകൾ മുഖേനയല്ല പകരുന്നത്. കുഷ്ഠം സ്രവങ്ങളിലൂടെയും അതുപോലെ തന്നെ കോളറ മലിനമായ ജലം അല്ലെങ്കിൽ ഭക്ഷണത്തിലൂടെയാണ് കോളറ പകരുന്നതും. ഓക്കെ, ഇനി സെക്കൻഡ് സ്റ്റേജിൽ ചോദിച്ചിരുന്നത് മലമ്പനിക്ക് കാരണമായ രോഗാണു. മലമ്പനിക്ക് കാരണമായ രോഗാണു ഏതാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ സി പ്രോട്ടോസോവയാണ് അതിന് ഉത്തരം. ഇനി തേർഡ് സ്റ്റേജിൽ ചോദിച്ചത് അന്തരീക്ഷ വായുവിലൂടെ പകരാത്ത രോഗം ഏത്? ക്ഷയം, ഡിഫ്തീരിയ, കുഷ്ഠം, ചിക്കൻ പോക്സ്. ഇതിൻ്റെ ആൻസർ കുഷ്ഠം എന്നായിരുന്നു. ഓക്കെ, ഇപ്പം നമ്മൾ നോക്കിയിട്ടുള്ള ഒരു 3 ക്വസ്റ്റ്യൻസിൽ കറക്റ്റ് ഫസ്റ്റ് സ്റ്റേജിൽ എന്ത് തന്നെയാണോ ചോദിച്ചിരിക്കുന്നത് അത് തന്നെ നമുക്ക് തേർഡ് സ്റ്റേജിലും കൂടെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ പ്രീവിയസ് എക്സാംസിൻ്റെ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യേണ്ടത് എന്നുള്ളതെല്ലാം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ മൊത്തം 10 ടോപ്പിക്കായിരുന്നു ഇന്ന് 3 സ്റ്റേജസിലുമായിട്ട് ചോദിച്ചതായിട്ട് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് കാർഷിക വിളകൾ എന്നിവയിൽ നിന്നായിരുന്നു. കാർഷിക വിളകൾ എന്നുള്ള ടോപ്പിക് നിന്നായിരുന്നു. അത് 3 സ്റ്റേജസിലും കൂടെ 4 ക്വസ്റ്റ്യൻസ് അവർ ചോദിച്ചു. ഇനി സെക്കൻഡ് കോമൺ ടോപ്പിക് എന്ന് പറയുന്നത് ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും എന്നുള്ള ടോപ്പിക്കിൽ നിന്നായിരുന്നു. അവിടുന്ന് ഓരോ സ്റ്റേജിലായിട്ട് ഓരോ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുമുണ്ട്. ഇനി വിവരാവകാശ നിയമമാണെന്നുണ്ടെങ്കിൽ മൊത്തം 4 ക്വസ്റ്റ്യൻസ് 3 സ്റ്റേജസിലുമായിട്ട് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത് 3 ക്വസ്റ്റ്യൻസ് ഓരോ സ്റ്റേജസിലും ചോദിച്ചിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ മൗലികാവകാശം, അടുത്തത് മൗലികാവകാശം എന്നുള്ളതായിരുന്നു. അതിലും ഒരു 3 ക്വസ്റ്റ്യൻസ് അവർ ഓരോന്നിലായിട്ട് ചോദിച്ചിട്ടുണ്ട്. ആൻഡ് ദെൻ അതുപോലെ തന്നെ ക്വിറ്റ് ഇന്ത്യ സമരത്തെക്കുറിച്ചും അവർ ചോദിച്ചിട്ടുണ്ട്. പിന്നെ 7ാമത്തെ ഒരു ടോപ്പിക്കായിരുന്നു ധാതുക്കളും അയിരും എന്നുള്ളത്. അത് സയൻസിൽ നിന്നുള്ളതിൽ ഈ 3 സ്റ്റേജസിലും ചോദിച്ചിട്ടുണ്ട്. ഇനി കേരളത്തിലെ ആരോഗ്യക്ഷേമ പദ്ധതികളും ചോദിച്ചിട്ടുണ്ട് ഓരോ സ്റ്റേജിൽ ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട്. പിന്നെ വന്ദേ മാതരം നമ്മുടെ ദേശീയ ഗീതത്തിനെ കുറിച്ച് എല്ലാം 3 സ്റ്റേജസിലും ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ രോഗങ്ങളും രോഗകാരികളും എന്നുള്ള ടോപ്പിക്കിൽ നിന്നും 3 സ്റ്റേജസിലും അവർ ചോദിച്ചിട്ടുണ്ട്.
ഓക്കെ, അപ്പോൾ ഈ ടോപ്പിക്കുകളൊക്കെ തന്നെ ഒന്നുകൂടി റിവൈസ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഇനി അടുത്ത സ്റ്റേജ് എക്സാം എഴുതാൻ പോകുന്നവർ പഠിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും കൂടി ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ചെയ്യുക, അങ്ങനെയുള്ള കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ താങ്ക് യു.